ഹലോ എവരിവൺ, ഇന്ന് ഞാൻ ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിലൊരു ട്രേ ഉണ്ടായിരുന്നു. അത് ഒരു പണിയില്ലാണ്ട് കുറേ നാളായി വെറുതെ ഇരിക്കുന്നു. വലിയ ചീത്തായതൊന്നുമല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇപ്പോൾ ട്രേ ആയി നമ്മൾ ട്രേ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ലല്ലോ, ഇതിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിനൊക്കെ ഒന്നൊക്കെ നല്ല കളറൊക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുത്താലോ എന്ന്. അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ കളറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ കിട്ടും. ഇപ്പോൾ ഇവിടെ ഗോൾഡൻ കളറാണ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മാസ്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ആ മുഖത്തേക്ക് ഒന്ന് വെച്ചേക്കാം കേട്ടോ. കാര്യം ഭയങ്കര സ്മെല്ലായിരിക്കും, സ്പ്രേ പെയിൻറ്റിൻ്റെ സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വയ്ക്കാം. പിന്നെ നമ്മളിതുപോലെ കണ്ടോ, ഷീറ്റൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടോ അവിടെ താഴെ ഇടണം, അല്ലെങ്കിൽ അവിടെയൊക്കെ ആകും. പിന്നെ ഒരു 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ സിക്സാഗ് ആയിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. ഒരു ഭാഗത്ത് തന്നെ ആയിപ്പോവും അല്ലെങ്കിൽ. ഓക്കെ, ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു കപ്പ് പോലത്തെ ഒരു മൺകപ്പ് പോലെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി ഒരു മഞ്ഞ കളറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടെ ഇതിങ്ങനെ ഒന്ന് ആക്കി ഒന്ന് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെയും കൂടി ആയിട്ട് അങ്ങനെ ഗോൾഡൻ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കടിച്ച് വന്നപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ ഇത് പണ്ടത്തേക്കാളും ഇന്ന് ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പം ഇതിന് ഇപ്പോൾ ഒരു പണിയില്ലാതിരുന്നതിന് ഒന്ന് പണി കൊടുത്തപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഇങ്ങനെ സെൻറ്റർ ടേബിളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് മേക്ക് ഓവർ. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിതൊരു തവണ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഒരു 3 കോട്ടെങ്കിലും നമ്മൾ അടിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു കളറിൽ കിട്ടുള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.